പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ടു ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്, 4 ആംഗിൾസ് ആർ ഫോംഡ്. അതായത് AB എന്ന ലൈനും CD എന്ന ലൈനും O എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 4 ആംഗിൾസ് AOB, AOD. Angle AOD is one angle, angle DOB is another angle, angle BOC is another angle, angle AOC is another angle. അങ്ങനെ 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾസിൻ്റെ പ്രത്യേകതയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ AOD, ആംഗിൾ AOD, ആംഗിൾ BOD, ആംഗിൾ BOD, ആംഗിൾ BOC, ആംഗിൾ COA, ആംഗിൾ COA. അങ്ങനെ 4 ആംഗിൾസാണ്. ഇവിടെ ഈ 2 ആംഗിളും അടുത്തടുത്ത് കിടക്കുന്ന ആംഗിളാണ്, അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയും. ഈ 2 ആംഗിൾ. അതുപോലെ ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിൾസ്, ഇത് രണ്ടും സമീപ കോണുകൾ എന്ന് പറയും. അപ്പോൾ 4 പെയേഴ്സ് ഓഫ് അഡ്ജസൻ്റ് ആംഗിൾസ്, അതുപോലെ തന്നെ 2 പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. ഇവിടെ AODയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് COB. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിളാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. അതുപോലെ AOC എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് BOD എന്ന് പറയുന്നത്. അപ്പോൾ 2 പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഫോംഡ്. അതുപോലെ തന്നെ 4 പെയേഴ്സ് ഓഫ് അഡ്ജസൻ്റ് ആംഗിൾസ് ആർ ഫോംഡ്. ഈ ആംഗിൾസിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഈ പെയർ എടുത്തു കഴിഞ്ഞാൽ ആ AOD എന്ന ആംഗിളും DOB എന്ന ആംഗിളും ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനിലെ 2 ആംഗിൾസാണ്. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയും. അതായത് ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്തപ്പോഴും 180 ആയിരിക്കും. അതായത് ഒരു പെയർ, ഓരോ പെയർ എടുത്തു കഴിഞ്ഞാലും ഈച്ച് പെയർ ഓഫ് അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആയിരിക്കും. അതായത് ഈ പെയർ കണ്ടോ, ഇത് 180 ആണ്. അതുപോലെ അടുത്ത പെയർ ഇത് രണ്ടും കണ്ടോ, ഈ 2 ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അഡ്ജസൻ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആണ്. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സം ഓഫ് ആംഗിൾസ് 180 വരുന്നതിനാണ് സപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. അതുപോലെ ഇത് അടുത്ത പെയർ ആംഗിൾ കണ്ടോ, ഈ 2 ആംഗിൾസും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആയിരിക്കും. അതുപോലെ അടുത്ത 2 പെയർ കണ്ടോ, ഈ 2 ആംഗിൾസും സമ്മും 180 ആയിരിക്കും. അങ്ങനെ 4 പെയേഴ്സ് ഓഫ് അഡ്ജസൻ്റ് ആംഗിൾസ്, അത് സം എപ്പോഴും 180 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ഇനി പ്രത്യേകത നമുക്ക് നോക്കാം. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇനി ഇവിടെ നോക്കുന്നത്. ഓരോ ജോഡി എതിർകോണുകളും, അതായത് ഇതിൻ്റെ എതിർകോണാണ്, അതായത് COB എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് AOD എന്ന ആംഗിൾ. അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? AOC എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ BOD. ഇതാ നമുക്കത് ഒന്ന് നോക്കാം. ആ 2 ആംഗിളും എൻ്റെ മുകളിൽ വന്ന് ഇടുന്നു കണ്ടോ. അപ്പോൾ അത് ഈ 2 ആംഗിളും സെയിമായി, ഈ 2 ആംഗിളും സെയിമായി. അതായത് 2 ആംഗിളും സെയിം ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇതാ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു, ഈ ആംഗിൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ രണ്ടും സെയിം ആണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ്, അഡ്ജസൻ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. 4 ആംഗിൾസ് ഫോം ചെയ്യുന്നതിന് നമ്മൾ 4 പെയേഴ്സ് ഓഫ് അഡ്ജസൻ്റ് ആംഗിൾസും 2 പെയേഴ്സ് ഓപ്പോസിറ്റ് ആംഗിൾസും, ഈച്ച് പെയർ ഓഫ് അഡ്ജസൻ്റ് ആംഗിൾ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സം 180 ആൻഡ് ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. അതായത് ഈ ആംഗിളും ഇതും ഈക്വലാണ്, ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.